സങ്കീർത്തനം മുഴുവൻ പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങൾ വായിച്ച് 150 സങ്കീർത്തനങ്ങൾ മുഴുവനും പ്രാർത്ഥിക്കുക. സങ്കീർത്തനം പ്രാർത്ഥന പഠിപ്പിക്കുക. ആ പ്രാർത്ഥനയിൽ എന്താണ്? ഇസ്രായേൽ ജനത്തിന്റെ തകർച്ചകളും കണ്ണുനീരുകളും വിജയങ്ങളും തോൽവികളും എല്ലാം കുറവുകളും വിഷമങ്ങളും പരാതികളും മുഴുവൻ ദൈവത്തിന്റെ മുമ്പിൽ തുറന്നു പറയുന്ന നിമിഷമാണ് സങ്കീർത്തനം മുഴുവൻ പ്രാർത്ഥന. ഹൃദയത്തിന്റെ വേദനകളും ദുഃഖങ്ങളും അമർഷവും മുഴുവൻ ദൈവത്തോട് പറയാം, മനുഷ്യരോട് പറയില്ല, ദൈവത്തോട് പറയുന്ന നിമിഷമാണ് ഈ പ്രാർത്ഥന. സർവ്വോന്നത പറഞ്ഞേ ഹല്ലേലൂയാ. അത് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം 77. ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ. രാത്രിയുടെ ദിനങ്ങളിൽ ഞാൻ കൈകൾ വിരിച്ചു പിടിച്ചുവെന്നാണ് പറയുന്നത്. രാത്രി എന്ന് വെച്ചാൽ ഇരുട്ടെന്ന് മാത്രമല്ല, ഇരുട്ടല്ലല്ലോ അർത്ഥം. രാത്രിയുടെ ദിനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു, ശത്രുക്കൾ വരുന്നു, ദുരന്തങ്ങൾ വരുന്നു, കണ്ണുനീര് വരുന്നു, ഒറ്റപ്പെടലുകൾ വരുന്നു, ആരുമില്ലാത്ത അവസ്ഥകൾ. അതാണ് രാത്രി എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതാണ് കണ്ണുനീരൊഴുക്കേണ്ടി വരുന്നു, അനർത്ഥങ്ങൾ വരുന്നു, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ വരുന്നു, സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ രാത്രികൾ ഞാൻ കൈകൾ വിരിച്ചു പിടിച്ചെന്നാ പറയുന്നത്, പ്രാർത്ഥിച്ചു എന്നാണ്. അതാണ് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കണം. നമ്മളെ ഇന്നെല്ലാം വഴക്കാം, എല്ലാം നമ്മൾ പ്രശ്നമുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്, എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്. ഇതല്ല വേണ്ടത്. അതുകൊണ്ടൊരിക്കലും പ്രശ്നം വഷളാവുള്ളൂ. ദൈവം ഇടപെടണമെന്നേ. ദൈവത്തിന്റെ വാക്കിലേക്ക് കൈകൾ ഉയർത്തണേ. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇസ്രായേൽ ജനത്തെ മോശ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന യാത്രയിൽ നമുക്കറിയാം, റെഡ് സീയുടെ ചെങ്കടലിന്റെ തീരത്തെത്തുമ്പോൾ ഇസ്രായേൽ ജനം അവിടെ ഒരു പ്രശ്നത്തിൽ പെടുന്നുണ്ട്. പ്രശ്നം മറ്റൊന്നുമില്ല, മുന്നിൽ ചെങ്കടല്, തൊട്ടു പിന്നാലെ ഫറവോയി സൈന്യവും പുറകെ വരിക. ഇവരെ വീണ്ടും പിടിച്ചുകൊണ്ട് പോകാൻ വരുമ്പോൾ അവിടെ മോശയുടെ നേരെ ജനം കൈകൾ ഉയർത്തിക്കൊണ്ട് അലറിക്കൊണ്ട്, നീ എന്തിനാ ഇവരെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്? അലറുന്ന നിമിഷേ മോശ അവരോടൊന്നും സംസാരിക്കുന്നില്ല. മോശ എതിര് പറയുന്നില്ല. മോശ നേരെ സ്വർഗത്തിലേക്ക് കൈകൾ വിരിച്ചു പിടിക്കുന്നത് കാണാവേ. സ്വർഗത്തിലേക്ക് കൈ വിരിച്ചു പിടിച്ച ശേഷം തന്റെ കൈ എടുത്തിട്ട് കടലിന് മീതെ നീട്ടിപ്പിടിക്കുന്നത് കാണാൻ പറ്റും. കടലിന് മീതെ നീട്ടിപ്പിടിക്കുമ്പോൾ കടൽ 2ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. ദൈവത്തിങ്കിലേക്ക് കരമുയർത്തിയിട്ട് വേണം നമ്മുടെ പ്രശ്നങ്ങൾ നേരെ കൈ നീട്ടിപ്പിടിക്കാൻ. എങ്കിൽ അവിടെ പ്രശ്നം മാറും, തകർച്ച മാറും, ബുദ്ധി അവിടെയാണ്. എന്നിട്ട് ദൈവത്തിലോട്ട് കൈകൾ ഉയർത്തിയിട്ട് ആ കൈകൾ എടുത്തിട്ട് കടലിന്റെ മീതെ നീട്ടുകയാണ്. അപ്പോൾ കടല് മാറുകയാണ്. ദൈവത്തിലോട്ട് കരമുയർത്തി പ്രാർത്ഥിച്ചിട്ട് രോഗിയായ കുഞ്ഞിന്റെ മേൽ നീ കൈവെക്കണം. അപ്പോൾ കാണാം നിന്റെ കുഞ്ഞ് യേശുനാമത്തിൽ സൗഖ്യപ്പെടുന്നത് കാണാൻ പറ്റും. ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് നിന്റെ കുടുംബത്തിലെ ദുഷ്ടാരൂപിയോടെ മാറാൻ പറ, അത് മാറിപ്പോകും. ദൈവത്തിലോട്ട് കരമുയർത്താതെ അങ്ങോട്ട് തന്നെ കൈനീട്ടുന്നതാണ് ഈ അപകടത്തിനെല്ലാം കാരണം. മോശ ദൈവത്തിന്റെ പക്കലേക്ക് കൈകൾ വിരിച്ചു പിടിക്കുക. ജനത്തിന്റെ പക്കൽ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, ആരോടൊന്നും പറയുന്നില്ല, ജനം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക, ഒന്നും വേണ്ട. ദൈവത്തിന്റെ പക്കലേക്ക് കൈകൾ വിരിക്കുകയാ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഒറ്റ വിളി വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് 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 ഒറ്റ വിളി ഈശോയെ സ്തുതിക്കുന്നു. ആമേൻ. അണക്കര ധ്യാന കേന്ദ്രത്തിൽ ആദ്യ നാളുകളുണ്ടായൊരു വലിയൊരു മിറക്കിളുണ്ട്. ശരിക്കും ആദ്യത്തെ ധ്യാനം നടക്കുന്ന സമയം, ആദ്യത്തെ ധ്യാനം വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് രൂപതയുടെ ഒരു സെൻ്ററുണ്ട്, ഒരു പാസ്റ്റർ സെൻ്ററുണ്ട് അവിടെ. അപ്പോൾ അവിടെയായിരുന്നു ധ്യാനം നടത്തിയത്. എന്നിട്ട് അതിൻ്റെ അവസാന ദിവസമായപ്പോൾ അവിടെ ഇച്ചിരി അസൗകര്യം വന്നുകൊണ്ട് ഞാൻ ബസ്സിന് ആൾക്കാരെ കയറ്റി അന്ന് ചെറിയൊരു ഷെഡ് മാത്രമേ ഉള്ളൂ, അവിടേക്ക് ഈ ആളുകളെ കൊണ്ടുവന്ന് ഉച്ചയ്ക്കത്തെ ഒരു ആരാധന നടത്തിയിട്ട് വീട്ടിൽ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ ആളുകളെല്ലാം അവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ കുർബാനയൊക്കെ അർപ്പിച്ചിട്ട് നേരെ ആരാധന നടക്കുകയാണ്. അപ്പം ആ സമയത്തൊരു അമ്മ, ഒരു പാവപ്പെട്ട സ്ത്രീ, ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിലെ അമ്മ തൻ്റെ മോനുമായിട്ട് വന്നു. കൊച്ചിൻ്റെ 4 വയസ്സ് പ്രായമുണ്ട്. ജന്മനായി ഹാർട്ടിൻ്റെ വാൽവിന് പ്രശ്നം ഉണ്ടായിട്ട് 2 ഓപ്പറേഷൻ ചെയ്തിട്ടും അത് ശരിയായില്ല. അപ്പോൾ കൊച്ചു മരിച്ചു പോകുന്ന പോലത്തെ അവസ്ഥയില്ല. അതിങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്ത് വലിക്കും. അപ്പോൾ ആ ദിവസങ്ങളൊരു യുവതിയുടെ കൈവശമാണ് തൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ആ യുവതി പറയുന്നുണ്ട് ഞങ്ങളോട്, അതായത് ആ കുട്ടി കൈ കിടക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, എൻ്റെ കൈ കിടന്ന് കൊച്ചു മരിച്ചു പോകും. ഓരോ ശ്വാസം എടുക്കുന്ന
അന്ത്യശ്വാസം എടുക്കുന്ന പോലെ ബുദ്ധിമുട്ടിയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മ സൗഖ്യം കിട്ടാൻ വേണ്ടിയാണ് കൊച്ചു കണ്ടുവിടെ. അപ്പം ആരാധന സമയത്ത് ഈ കുട്ടിയെ കൊണ്ട് അമ്മ ഹോളിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിലത്ത് കുച്ചിനെ കിടത്തിയിട്ട് അമ്മ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം ആ സമയത്ത് പരിശുദ്ധാത്മാവിന് ചില വെളിപ്പെടുത്തൽ കിട്ടിയിട്ട് ഞാൻ ആളുകൾക്ക് ഇങ്ങനെ കർത്താവിൻ്റെ വെളിപാടുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് മെസ്സേജസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആരാധന കഴിഞ്ഞ് ഞാൻ എൻ്റെ അവിടെ ചെറിയൊരു വീടിനകത്തൊരു മുറിക്കകത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഞാൻ അവിടെ ആളുകളെ കാണുന്ന അവിടെ ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാനങ്ങ് ചെന്നപ്പോൾ ഈ അമ്മ തൻ്റെ കൊച്ചിനെ ഇങ്ങനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് ഓടിക്കയറിക്കൊണ്ട് വരിക. അച്ഛാ എൻ്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു മോളെ എന്താ സംഭവിച്ചു? അച്ഛാ ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞിനെ അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അച്ഛനിങ്ങനെ സന്ദേശങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛന് എൻ്റെ പേരോ എൻ്റെ കാര്യങ്ങളൊന്നും പറയുന്ന കുഞ്ഞിൻ്റെ കാര്യവും പറയുന്നൊന്നുമില്ല. അപ്പം ഞാൻ അറിയാതെ ഇങ്ങനെ കരഞ്ഞോണ്ട്, ദൈവമേ നീ എന്നെ കാണുന്നില്ലേ? എൻ്റെ ഈ പാവപ്പെട്ട എൻ്റെ നിലവിളി ഒന്ന് കാണുന്നില്ലേ? എൻ്റെ കുഞ്ഞിനെ നീ എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കാറി അച്ഛൻ ഒറ്റ നിലവിളി. അച്ഛൻ നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന നിലത്ത് കിടന്ന കുഞ്ഞ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പം ആ സമയം സാധാരണ കുട്ടി ഇങ്ങനെ ഉണരുന്ന സമയത്ത് ഇതിൻ്റെ അസ്വസ്ഥ കൂടുതൽ കാണിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് തോളലിട്ട് നോക്കുമ്പോണ്ടേ ഈ കുഞ്ഞിൻ്റെ ശ്വാസോച്ഛ്വാസം വളരെ നോർമലായിട്ട് കുഞ്ഞ് ശ്വാസം എടുത്ത് വലിക്കുന്നതായിട്ടേക്കാണ്. എനിക്ക് ഉറപ്പയച്ചാൽ എൻ്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി. അപ്പം മോളെ നീ ആശുപത്രി കൊണ്ടുപോയിട്ട് ഡോക്ടറിനെ കാണിച്ചിട്ട് നീ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. ഓച്ച എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനം കഴിഞ്ഞ് ഇവള് വീട്ടിൽ പോയി. ഒരാഴ്ച ഇപ്പോൾ അച്ഛ ആശുപത്രി പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ കാട്ടിലെ രോഗം കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നതായിട്ട് പറയണേ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരം കാണാൻ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. നിന്റെ മകളിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം മുതൽ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചത് കാണാൻ പറ്റുവേ. അവന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനം തൻ്റെ വേദനകളും തൻ്റെ ചോദ്യങ്ങളും തൻ്റെ കണ്ണുനീരുകളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ദൈവം ചരിത്രത്തിൽ ഇടപെട്ട ചരിത്രമേ. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഉണ്ടോ അവിടുത്തെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. എന്തൊരു പ്രാർത്ഥനയല്ലേ! ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി മോശയുടെ നേതൃത്വത്തിൽ പോകുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അദൃശ്യമായ കാൽപ്പാടുകളാ. അങ്ങാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചത്. ചങ്ങടലെ രണ്ടായിട്ട് മാറ്റിയത്, ആകാശത്ത് നിന്ന് മേഘങ്ങളിൽ നിന്ന് മഴ പൊഴിച്ചത്, അവിടെ മന്ന പെയ്യിച്ചത്, കാടപ്പക്ഷിയെ നൽകിയത്. അല്ലെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ നടപ്പുണ്ടായിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. ഇത് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഇത് കാണാം. ഇവിടേക്ക് ഞാനുണ്ടല്ലോ. ഡൊമിനിക്കച്ചൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ ഞാനെല്ലാം ഞാൻ പറയും എന്റെ കൂടെ കർത്താവ് നടക്കുന്നുണ്ടായിരുന്നു. അവന്റെ കാൽപ്പാടുകള് അദൃശ്യമായിരുന്നു. ഇതുപോലെ നിന്റെയും വിളിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നടക്കുന്നുണ്ട്. അവന്റെ കാൽപ്പാടുകൾ അദൃശ്യമായിട്ടുണ്ട്. കൂടെയുണ്ട്, കൂടെയിരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം അറിയണമെങ്കിൽ നീ ധ്യാനിക്കണം, നീ പ്രാർത്ഥിക്കണം. രണ്ട് കരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. ഒരു പ്രശ്നം വരുമ്പോൾ നിരാശനായി ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക. മാനസിക രോഗിയാ. ഒത്തിരി പേര് മാനസിക രോഗികളായിട്ട് മാറുക, തളർന്നു പോകുക. ഒരേ കേസും പ്രശ്നവും ലോകവും എല്ലാം പൊട്ടിത്തെറിക്കുക. കാരണം അവന് ഒരു കാര്യം നഷ്ടപ്പെട്ടു. ഈ പൊട്ടിത്തെറിക്കുന്നതിന്റെ കാരണം അവന് വിശ്വാസം പോയി. അവന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. പഴയ ഇസ്രായേലിന് കൂടെ ദൈവം നടപ്പുണ്ടായിരുന്നു. അവന്റെ കാൽപ്പാടുകൾ അദൃശ്യങ്ങളായിരുന്നുവെന്ന് സങ്കീർത്തകൻ എഴുതിയെങ്കിൽ പുതിയ ഇസ്രായേലായ തിരുസഭയുടെയും കൂടെ ഈ കാലഘട്ടത്തിലും ഈ സമയത്തും ഇന്നിവിടെയും നമ്മുടെ ദൈവമായ കർത്താവ് ഇതിലൂടെ നടപ്പുണ്ട്. അവന്റെ കാൽപ്പാടുകൾ അത് അദൃശ്യമായിട്ടുണ്ട്. ഇവിടെയുണ്ട്. ദൈവ സ്ഥാനത്ത് നീ തിരിച്ചറിഞ്ഞാൽ നീ രക്ഷപ്പെടാൻ പോവാ. രണ്ട് കരമേത്ത് ഒറ്റ വിളിച്ച് ഈശോയെന്ന് വിളിച്ച് അത് കൈയടിച്ച് ദൈവത്തിന്റെ മക്കളൊന്ന് എന്നിട്ട് കൈകളടിച്ച് പോരാ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. സങ്കീർത്തനം 77:19 അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയും ആയിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. മോശയുടെയും അഹറോന്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു. ഹല്ലേലൂയാ.
ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് അനുഭവിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചാൽ മാത്രം. അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന ദൈവത്തോട് കൂട്ടുകൂടണം, വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം, കുടുംബങ്ങൾ പ്രാർത്ഥിക്കണം, നല്ല കുമ്പസാരം നടക്കണം. ഈ ദിവസങ്ങളിൽ തുറന്നുള്ള കുമ്പസാരം, ചങ്ക് തുറന്ന് മനസ്സൊന്ന് നോയമ്പുകാലഘട്ട നന്നായിട്ട് കുമ്പസാരിക്കണം. ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾ ദൈവത്തിനെതിരെ, സഹോദരങ്ങൾക്കെതിരെ, അതുപോലെ സമൂഹത്തിനെതിരെ, നമുക്ക് തന്നെ എതിരെ, പ്രകൃതിക്കെതിരെ ഒക്കെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കണ്ണുനീരൊടുക്കിയുള്ള കുമ്പസാരം നടത്തി വിശുദ്ധീകരിക്കണം. അപ്പോൾ ആ ദൈവം ആവശ്യപ്പെടുന്ന, ഈ ദൈവമാണ് നിന്നോട് പറയുന്നത്. ഡൊമിനിക്കസിനല്ല പറയുന്നത്, ദൈവമായ കർത്താവാണ് നിന്നോട് പറയുന്നത്. നീ മാനസാന്തരപ്പെടുന്ന നിന്നെ വിശുദ്ധീകരിക്കണം. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിരക്ഷിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധ. ഏറ്റു പറഞ്ഞ് നിങ്ങളെ വിളിച്ചവൻ, ഉച്ചത്തിൽ പറഞ്ഞ് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവൻ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. റോമാലേഖനം 12:1-2-3 ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കുവിൻ. അതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. അനുദപിച്ച് പ്രാർത്ഥിക്കണം. അനുതാപത്തിന്റെ കണ്ണുനീരൊടുക്കണം. പ്രാർത്ഥിക്കുന്നവനെ അനുതാപമുണ്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പണമുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, സ്ഥാനമാനമുണ്ട്, പേരുണ്ട്, അഡ്രസ്സുണ്ട്, ഇതൊക്കെ ഇവിടെ കൊണ്ട് തീരും. പ്രിയപ്പെട്ട മക്കളെ, ഇതിനുശേഷം ഒരു മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം അനുഭവിക്കണമെങ്കിൽ ഒറ്റ കാര്യം മതി എന്ന തിരുവചനങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറയുന്നത് ഒറ്റ കാര്യം മാത്രം, വിശുദ്ധി മാത്രം മതി. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധി വേണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാനാവില്ല. ഹെബ്രായ ലേഖനം 12:14-15 എല്ലാവരോടും സമാധാനത്തെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധ്യമല്ല. വിശുദ്ധി മാത്രം മതി. ഹോളിനെസ്, ശരിക്കും ഹോളിനെസ്സിലേക്ക് വരണം. 2 കാര്യം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 51 ദാവീദ് തന്റെ പാപം മുഴുവൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 50 നമുക്കറിയാം, നമുക്ക് കാണാപ്പാടറിയാവുന്ന വചനമാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദാവീദിന് വഴിവിട്ട ബന്ധമുണ്ടായി. മാരക പാപം ചെയ്തു. ഒരാളെ കൊലപാതകം പോലും ചെയ്യുന്നുണ്ട്. അവൻ ദൈവസന്നിധിയിൽ പോയിട്ട് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് ദൈവമേ എന്നെ കഴുകണമെന്ന് പറയുക. അതാണ് ഒരു ആത്മീയതയുടെ വളർച്ച. അതാണ് അങ്ങനെ വളരണം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഈശോയോട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. പ്രിയപ്പെട്ടവര്, ഓരോ നിമിഷം എൻ്റെ ദൈവമേ നീ എന്നെ കഴുകണം. കഴുകിയെങ്കിൽ മാത്രമേ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടുകയുള്ളൂ. സ്ഥിരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറയാമോ ഹല്ലേലൂയ? ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയാണ്, എൻ്റെ പാപങ്ങൾ നിന്നെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് വേറൊന്നുമല്ല.
ദാവീദ് ദീർഘദർശി പ്രാർത്ഥിക്കുന്നത് വേറൊന്നുമല്ല. അതായത് പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. വേറെ എന്തെടുത്തു കളഞ്ഞാലും കുഴപ്പമില്ല, വേറെ എന്തെല്ലാം പോയാലും കുഴപ്പമില്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടരുത്. എൻ്റെ പാപങ്ങളോർത്ത് കരയുക. കഴുകണം, നീ എന്നെ കഴുകി എനിക്ക് അഭിഷേകം തരണം, പരിശുദ്ധാത്മാവിനെ തരണം, കൃപ തരണമെന്ന് മാത്രം അവന് മനസ്സിലായി. മാരക പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടു എന്ന് മനസ്സ്. കാരണം അവന് മുമ്പുണ്ടായിരുന്ന സാവൂൾ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിന്റെ ദുരന്തം അവന്റെ മുമ്പിലുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം കൊടുത്തവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ മാരക പാപം ചെയ്തതിന്റെ പരിണതഫലമായിട്ട് പരിശുദ്ധാത്മാവിനെ വിട്ടുപോയിട്ട് ദുരാത്മാവ് വന്നിട്ട് രാവും പകലും അവനെ പീഡിപ്പിക്കുന്ന കാണാൻ പറ്റും. അത് വേറെ കണ്ടവനാണ് ഈ ദാവീദ്. അവൻ പോയിട്ട് കിന്നരം വായിക്കുന്ന ആ സമയം മാത്രം ആ ദുരാത്മാവ് മാറി നിൽക്കും. വീണ്ടും കിന്നരം വായന കഴിയുമ്പോൾ വീണ്ടും ഈ പിശാച് വന്നിട്ട് അവനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ദുരന്തം കണ്ടറിഞ്ഞവനായ അവന് മനസ്സിലായി, അനുദപിച്ച് പാപം കഴുകി കളഞ്ഞില്ലെങ്കിൽ, ദൈവത്തിന്റെ കരുണ ഉണ്ടായില്ലെങ്കിൽ അതേ ദുരന്തം എനിക്കും ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്നവനാണ് ഈ ദാവീദ്. എന്നിട്ട് അതുകൊണ്ടാണ് അവൻ കരയുന്നത്, ദൈവമേ പരിശുദ്ധാത്മാവിനെ വെടുത്തു കളയരുതേ, എന്നെ കഴുകണമേ, എന്റെ ഹൃദയത്തെ നിർമ്മലമാക്കണം എന്ന് പറയാം. അവന് മുമ്പുണ്ടായിരുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ സാവൂളിന്റെ ദുരന്തം നേരെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ ദാവീദ്. അതുകൊണ്ട് ആ ദുരന്തം എനിക്കും ഉണ്ടാകാം. എനിക്ക് പാപത്തിന്റെ പരിണിതഫലമായി അഭിഷേകം നഷ്ടപ്പെട്ടു പോയിട്ട് ചില മക്കളെയൊക്കെ ദുരാത്മാവ് ബാധിച്ചുകൊണ്ട് നടക്കുന്ന കാണാൻ പറ്റുവേ. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുമ്പോൾ പിന്നെ അഭിഷേകം പോയിട്ട് ദുരാത്മാവ് കയറി പിടിക്കും. പിന്നെ കിന്നരം വായിക്കുന്ന ചില സമയങ്ങളിൽ മാത്രം, പ്രാർത്ഥിക്കുന്ന ചില സമയത്ത് ഇതങ്ങ് മാറി നിൽക്കും, വീണ്ടും ഇത് കയറി പിടിക്കും. ചില കുടുംബങ്ങൾ കയറി, അച്ഛാ ഇന്ന് ഈ ആഴ്ച കുഴപ്പമില്ല, അടുത്ത ആഴ്ച പ്രശ്നം, വീണ്ടും പ്രശ്നം, വീണ്ടും ഇപ്പൊ ശരിയാച്ചു, അച്ഛൻ വന്ന് വെഞ്ചരിച്ചു, ഒരാഴ്ച കുഴപ്പമില്ല, പിറ്റേ ആഴ്ച വീണ്ടും അച്ഛൻ്റെ അടുത്ത് തല കഴിച്ചു പ്രാർത്ഥന മേടിച്ചു, രണ്ടാഴ്ച കുഴപ്പമില്ല, വീണ്ടും ഈ ദുരാത്മാവ് വരിക. അച്ഛോ എന്താണാവോ? അഭിഷേകം അനുദപിച്ചിട്ടില്ല. അതാണ് കാരണം. ചെയ്ത പാപങ്ങളെയോർത്ത് അനുദപിച്ചിട്ടില്ല. ആ പാപം കഴുകി മാഞ്ഞു പോയിട്ടില്ല. പാപം അവിടെ കടപ്പുണ്ടത് ഇവിടുത്തെ. അതുകൊണ്ട് ഇതറിയാവുന്നവനാണ് ദാവീദ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദാവീദിന് മനസ്സിലായി, ആ ദുരന്തം എനിക്കുണ്ടാകരുത്, ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാനിതുപോലെ പോയിരുന്ന് കരയുകയാണ്, വാവിട്ട് കരയുന്നു. 3 ദിനത്തോളം അവൻ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകാതെ അകത്തിരുന്ന് പട്ടിണി കിടന്ന് കരയുക. എന്നെ കഴുകണമേ, എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നെ നിക്ഷേപിക്കണമേ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. 2 കരം ഒറ്റ വിളിച്ച് ഈശോയെന്ന് വിളിച്ച്, മക്കളെന്ന് വിളിച്ച് ഉച്ചത്തിൽ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ദൈവമക്കളെ അത്ഭുതങ്ങളും അടയാളങ്ങളും അഭിഷേകങ്ങളും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദാവീദിനെ പോലെ നീ കരയണം. നീ ചെയ്തിട്ടുള്ള മാരക പാപങ്ങള്, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ളത്, നശിപ്പിച്ചിട്ടുള്ളത്, തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, അന്ധകാരത്തിന്റെ പ്രവർത്തികള്, മന്ത്രവാദങ്ങളാകാം, കൂടോത്രങ്ങളാകാം, പൈശാചിക ആരാധന, അന്ധവിശ്വാസങ്ങള്, വെറുപ്പിന്റെ മേഖല, അപ്പനോട് അമ്മയോട്, ഭാര്യയോട് ഭർത്താവിനോട്, മകനോട് മകളോടുള്ള വെറുപ്പ്, അയൽക്കാരോടുള്ള വെറുപ്പ്, ജോലി സ്ഥലത്തുള്ള അധികാരികളോട് കൂടെയുള്ളവരുള്ള വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ, അക്രമ സ്വഭാവം, സഭയോട്, വൈദികരോട്, സന്യസ്തരോട് ഒക്കെയുള്ള വെറുപ്പ് എല്ലാം എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കളയണം. അല്ലെങ്കിൽ എൻ്റെ മകനെ ഒരു കാര്യം, അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, ഒരു ദുരാത്മാവ്, ഒരു പിറുപിറുപ്പിന്റെ അരൂപി, ഒരു അശുദ്ധിയുടെ അരൂപി, കുറ്റപ്പറച്ചിലിന്റെ അരൂപി, അഹങ്കാരത്തിന്റെ അരൂപി നമ്മളെ വേട്ടയാടിക്കൊണ്ട്, എന്നെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ട് പോകില്ലത്. അനുദപിച്ച് ദൈവത്തെ കരയണം. അത് അവിടെ ഞാൻ പറയും, 5 ദിവസങ്ങള് ഈ ഒല്ലൂർ പ്രദേശത്തുള്ള, തൃശ്ശൂർ ദേശത്തുള്ള ദൈവജനം മുഴുവനും ഈ ദാവീദിനെ പോലെ അനുതാപത്തിന്റെ കണ്ണുനീരൊഴുക്കണം. ദൈവത്തിനെതിരെ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, അപ്പനമ്മമാര്, വൈദികര്, ദൈവജനം ഒക്കെ ചെയ്ത തെറ്റുകൾക്ക് കരയണം. ഞാനും കരയണം. എൻ്റെ വ്യക്തിപരമായി എൻ്റെ കർത്താവിനെതിരെ ഞാൻ പോയിട്ടുള്ള മേഖല. കാരണം അല്ലെങ്കിലുണ്ടല്ലോ ആദ്യത്തെ സാവൂളിനുണ്ടായ അതേ ദുരന്തങ്ങൾ നമ്മൾ നേരിട്ട് കാണേണ്ടി വരുവേ. ആരാധിക്കുന്ന ഈശോയെ, മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന്
പുണ്യവാന്മാരോട് ചേർന്ന് ദൈവജനത്തോട് നിൻമുഖമൻ ഹൃദയത്തിലാ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ഈശോയേ ആരാധ്യം യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമൻ ഹൃദയത്തിൽ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പില് വസിക്കുന്നു. പാപിനിയെ പോലെ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ് എല്ലാ കെട്ടുകളും ബന്ധനങ്ങൾ ഇപ്പൊ തന്നെ അടിയട്ടെ, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹൃദയത്തെ എല്ലാ കെട്ടുകളും അടിയട്ടെ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു.